ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹബന്ധൻ, ഭാഗം 1731. ഇന്ന് സെപ്റ്റംബർ മാസം 26-ാം തീയതി. ഈ ആണ്ടിലെ 270-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, കുറെ കൂടി നന്മയിൽ ജീവിക്കുക, കുറെ കൂടി പുണ്യത്തിലൂടെ കടന്നു പോകുക, വലിയ തിന്മ ഭവിപ്പാതിരിക്കാനായിട്ട് പാപം ചെയ്യരുത് എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനം അങ്ങനെ തന്നെയാണ്. അധിക തിന്മയായതിനി ഭവിപ്പാതിരിക്കാനായിട്ട് പാപം ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വീഴ്ച സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അവിടം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു എണീൽപ്പിനെ കുറിച്ച് പറയുന്നില്ല. യുവാവ് ഒരു ദുശീലത്തിന് അടിമയാണ്. അത് തെറ്റാണെന്ന് അയാൾക്കറിയാം. പിന്മാറാൻ കഴിയുന്നില്ല. വളരെ വളരെ കഷ്ടപ്പെട്ട് ഒരു സന്യാസിയെ സമീപിച്ചിട്ട് കാര്യം പറഞ്ഞു. സന്യാസി പറഞ്ഞു, തെറ്റിൽ വീണാൽ ആദ്യം ചെയ്യേണ്ടത് അതിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റാലും വീണ്ടും അതേ തെറ്റിൽ തന്നെ വീഴുന്നു. സന്യാസിയുടെ മറുപടി ഇതായിരുന്നു, എത്ര തവണ വീണു എന്നതല്ല, എത്ര തവണ വീണാലും എഴുന്നേറ്റ് തിരിച്ചെത്തുക എന്നതാണ് പ്രധാനം. ഒരിക്കൽ മരണമെത്തും. അങ്ങനെ മരണമെത്തുമ്പോൾ ഒന്നെങ്കിൽ തെറ്റിൽ വീണ് കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ പശ്ചാത്താപത്തോടെ എഴുന്നേറ്റിരിക്കുക. ഇതിലേതാണ് നല്ലത്? എത്ര തവണ വീണു എന്നതിനേക്കാളും എത്രയോ പ്രധാനമാണ് എത്ര തവണ എഴുന്നേറ്റു എന്നത്. ഒരു തവണ എഴുന്നേൽക്കാൻ മടിച്ചാൽ പിന്നെ ആയുസ് മുഴുവൻ അവിടെ തന്നെ കിടക്കേണ്ടി വരും. തെറ്റുകൾക്കെല്ലാം ഒരു തുടർച്ച സ്വഭാവമുണ്ട്. തിരിച്ചുവരവിന്റെ തുടർച്ച പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം തെറ്റിൽ വീഴുന്നവർ ആ ഒരു താല്പര്യത്തോടുകൂടി സംഭവിക്കുന്നതായിരിക്കും. തിരിച്ചു വരണമെങ്കിൽ ഒരു സുബോധത്തിന്റെ പ്രക്രിയ ആവശ്യമാണ്. ഇങ്ങനെ തെറ്റ് തിരുത്താനായിട്ട് ചെറിയ ശ്രമം പോരാ, വലിയ പരിശ്രമങ്ങൾ വേണം, കഠിനാധ്വാനവും ആവശ്യമാണ്. അതുകൊണ്ടാണ് സൗഖ്യം കിട്ടിയ ഒരുവനോട് യേശു ഓർമ്മപ്പെടുത്തുന്നത്, അധികം തിന്മയായത് വന്നു ഭവിപ്പാതിരിക്കാനായിട്ട്, പാപം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഴ്ചയെ കുറെ കൂടി ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് ഏതൊരാൾക്കും എപ്പോഴും സാധിക്കട്ടെ. ആമേൻ.